കവി പറയാണ് ഈ നലൽ ഖിലാഫത്ത ഔകാനത്ത് ലഹു ഖദറ കമാ അത റബ്ബഹു മൂസ അലാ ഖദരി അല്ലേ. ഈ ഖദർ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ ആമായിട്ടുള്ള ആ ഖദറിൻ്റെ ആ ഖദറല്ല, അതൊരു പ്രത്യേക ഖദറാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സുമ്മജീത അലാ ഖദരിൻ യാ മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നബിയാക്കി ആദരിക്കാൻ, റസൂലാക്കി ആദരിക്കാൻ എന്ത് ചെയ്യണം, പ്രത്യേകം നിശ്ചയിച്ച് വിളിച്ചതാണ്. എവിടേക്ക്? ഈ സ്ഥലത്തേക്ക്. മനസ്സിലായോ? അത് വന്ന് നോക്കി നിങ്ങൾ. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തോടൊപ്പം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഭാര്യനെയും മക്കളെ കൂട്ടിയിട്ട് ആ പോരണ സമയം ഉണ്ടല്ലോ, ഇരുട്ടാണ്, തണുപ്പാണ്, ആരോരുമില്ല, ആ വഴിയിൽ വിശപ്പുമാണ്. അപ്പോഴാണ് കുടുംബത്തോട് പറയുന്നത്, തീ കാണുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കട്ടെ എന്നിട്ട് ഇങ്ങനെ പോണത്. പോയി നോക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഏറ്റവും നല്ല ഭക്ഷണം അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാനത്ത് നിന്ന് അവിടേക്ക് അവതരിച്ചു. ഒരു പ്രകാശം അവിടെ തെളിഞ്ഞു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല യാ മൂസ യാ മൂസ യാ മൂസ എന്ന് വിളിച്ചിട്ട് എത്ര അഭിസംബോധന, പിന്നെ അവിടെ നൽകിയ വഹ്യ ബോധന, ഇതൊക്കെ അതാണ് അലാ ഖദരിൻ, പ്രത്യേക ഖദർ. അതാണ് ഇവിടെ പറഞ്ഞത്. സുമ്മജീത അലാ ഖദരിൻ യാ മൂസ. അതൊരു പ്രത്യേക വിധിയാണ്, തീരുമാനമാണ് എന്നുള്ളത് അത് മനസ്സിലാക്കാനാണ് ഞാൻ ആ ചരിത്രം കൂടി ഉദ്ധരിച്ചത്. തയ്യം സുമ്മജീത അലാ ഖദരിൻ യാ മൂസ. നമുക്ക്